ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള മത്സരചിത്രം തെളിയുമ്പോൾ മഹാസഖ്യത്തിൽ പ്രതിസന്ധി കനക്കുകയാണ്. സഖ്യത്തിന്റെ ഭാഗമായി ലഭിച്ച 6 സീറ്റിന് പുറമെ 3 മണ്ഡലത്തിൽ കോൺഗ്രസിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി രാം നരേഷ് പാണ്ഡെ പറഞ്ഞു. CPI का 7 नॉमिनेशन कल तक हो गया, 2 नॉमिनेशन कल होगा. टोटल 9 सीट है जिसमें कांग्रेस से भी दोस्ताना संघर्ष है. മത്സരിക്കുന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ RJD പിൻവലിച്ചു. ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. I think within 2-3 days RJD will get back his nomination, no problem. Our Gathbandhan is entitled, no problem. We are strongly fighting the election against BJP and JDU government. So this is election. Everybody want ticket. In every party some problem. വിവരങ്ങളുമായി വിനീത VG ഇപ്പോൾ ബീഹാറിലെ പട്നയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഈ ബീഹാറിലെ ആദ്യഘട്ട മത്സരചിത്രം തെളിയുമ്പോൾ ഈ നേതാക്കൾ വിശദീകരിക്കുന്ന പോലെയാണോ? പ്രത്യേകിച്ച് മഹാസഖ്യത്തിലെയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ സീറ്റ് വിഭജനവും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് അടക്കം എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് 143 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് RJD പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നിലവിൽ ചില 6 മണ്ഡലങ്ങളിൽ RJDയും ഒപ്പം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. അതൊരു സൗഹൃദ മത്സരം എന്നൊക്കെയാണ് കോൺഗ്രസ് അതിനെ പറയുന്നതെങ്കിൽ പോലും മറ്റ് ഇടതു പാർട്ടി നേതാക്കൾ വലിയ രീതിയിൽ ഒരു വിയോജിപ്പ് കൂടി ആ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. കാരണം ഈ സംസ്ഥാനത്ത് ഭരണം തിരിച്ചുപിടിക്കാനുള്ള നിർണായക ഘട്ടത്തിലൂടെ പോകുമ്പോൾ അതൊരു സൗഹൃദ മത്സരം എന്ന തരത്തിലേക്ക് പോകുമ്പോൾ അതൊരു തരത്തിലും നിലവിൽ മഹാസഖ്യത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കളുടെ ഒക്കെ തന്നെ പൊതുവിലെ അഭിപ്രായം. പക്ഷേ എങ്കിൽ പോലും 6 മണ്ഡലങ്ങളിലാണ് നിലവിൽ CPIക്ക് സീറ്റ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും 3 മണ്ഡലങ്ങളിൽ ഞങ്ങൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ നിർത്തുമെന്നാണ് രാം നരേഷ് പാണ്ഡെ, അദ്ദേഹം CPI സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസുമായി സൗഹൃദ മത്സരത്തിലേക്ക് കടക്കുകയാണ് CPI. ഒപ്പം തന്നെ ഒരു മണ്ഡലത്തിൽ RJDയും VIPയും തമ്മിൽ ഒരു സൗഹൃദ മത്സരം കൂടി നടക്കുന്നുണ്ട്. ഇങ്ങനെ 9ഓളം മണ്ഡലങ്ങളിലാണ് നിലവിൽ സൗഹൃദ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA ക്യാമ്പുകളും ഉള്ളത്. ഒപ്പം തന്നെ ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് വോട്ടർ അധികാർ യാത്രയുടെ ടയർ പഞ്ചറായി, അതായത് മഹാസഖ്യം പഞ്ചറായ ടയറിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും അധിക ദൂരം പോകാൻ കഴിയില്ലെന്നും ഒരു പരോക്ഷ വിമർശനം കൂടിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിച്ചു എന്ന് പറയുമ്പോഴും സഖ്യത്തിനുള്ളിൽ ഇത്തരത്തിലേക്കുള്ളൊരു സൗഹൃദ മത്സരത്തിലേക്കൊക്കെ മുന്നോട്ട് പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ അത് ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. NDA ക്യാമ്പുകളും ആ തിരിച്ചടി ഞങ്ങൾക്ക് പ്രതീക്ഷ തരുന്നു എന്ന തരത്തിൽ തന്നെയാണ് വിലയിരുത്തുന്നത്. പക്ഷേ അതേസമയം NDA സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കുന്നത് ഇന്ന് പുറത്തുവന്ന സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളിന്റെ ഒരു പ്രതികരണം തന്നെയാണ്. നേരത്തെ അമിത്ഷാ അത്തരത്തിലേക്ക് ഒരു പ്രതികരണം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ NDA നേതൃത്വം അത് തിരുത്തുകയും ഒപ്പം തന്നെ JDA നേതൃത്വം അത് തിരുത്തുകയും JDUവിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അത് നിതീഷ് കുമാർ തന്നെയാണെന്നൊക്കെ അവർ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. JDU MP സഞ്ജയ് ദ അടക്കം ത്തിലേക്കുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അതേ നിലപാട് അമിത്ഷാ സ്വീകരിച്ച അതേ നിലപാട് തന്നെ സംസ്ഥാന BJP അധ്യക്ഷൻ കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ് NDAയുടെ മുഖ്യമന്ത്രി മുഖം എന്ന് പറയുന്നത് അത് നിതീഷ് കുമാർ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം NDAയുടെ നേതാവാണ് എന്നാണ് ദിലീപ് ജയ്സ്വാൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അമിത്ഷാ പറഞ്ഞ അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. JDയെ സംബന്ധിച്ചിടത്തോളം വലിയ അതിർത്തി തന്നെയാണ് അക്കാര്യങ്ങളിലടക്കം ഉണ്ടാകുന്നത്. NDAയിലും മഹാസഖ്യത്തിലും നിലവിൽ ഇത്തരത്തിലേക്കുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും NDA സംബന്ധിച്ചിടത്തോളം ഒരുപടി മുന്നേ തന്നെയാണ് മണ്ഡലങ്ങളിൽ പ്രചരണവുമായി ശക്തമായി മുന്നോട്ട് പോകാനുള്ള നീക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രമുഖ നേതാക്കളടക്കം ബീഹാറിലേക്ക് എത്തിച്ചേരും. ഈ മാസം 24-ന് പ്രധാനമന്ത്രിയും ബീഹാറിലേക്ക് എത്തുന്നുണ്ട്. 10-ലധികം റാലികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വിനീത VG ആണ് ബീഹാറിലെ പട്നയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.